സമാനതകളില്ലാത്ത അതീവ ദുഃഖകരമായൊരു സാഹചര്യമാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് വയനാട് നേരിടേണ്ടി വന്നത്. ആ ഒരു ദുരന്തത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവർക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് LDCയുടെ കറണ്ട് അഫയേഴ്സിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ദുരന്തമുഖത്തിലകപ്പെട്ട സംസാരശേഷിയും ശ്രവണശേഷിയും ഇല്ലാത്തവരുമായിട്ട് ആശയവിനിമയം സുഗമമാക്കുന്നതിന് രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് പ്രാപ്യം പദ്ധതി. അപ്പോൾ ദുരന്തമുഖത്തിലകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും ഇല്ലാത്തവരുമായിട്ട് ആശയവിനിമയം സുഗമമാക്കുന്നതിന് വേണ്ടി രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് പ്രാപ്യം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ ഉജ്ജയിനിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ ഉജ്ജയിനിലാണ്. ചന്തുബി ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം അസമാണ്. അപ്പോൾ അസമിൽ നടന്ന ഒരു ഉത്സവമാണ് ചന്തുബി ഫെസ്റ്റിവൽ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് ആരംഭിച്ചത് മഹാരാഷ്ട്രയിലെ ഉജ്ജയിനിലാണ്. അതുപോലെ ചന്തുബി ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം അസം ആണ്. മികച്ച ശിശു സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ ഹോസ്പിറ്റലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മികച്ച ശിശു സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന ഹോസ്പിറ്റലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി 10 സ്റ്റാർലൈനർ. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആളില്ലാ നിരീക്ഷണ വിമാനത്തിൻ്റെ പേരാണ് ദൃഷ്ടി 10 സ്റ്റാർലൈനർ. ഇത് നിർമ്മിച്ചത് അദാനി ഗ്രൂപ്പാണ്. ദൃഷ്ടി 10 സ്റ്റാർലൈനറിൻ്റെ നിർമ്മാണം നിർവഹിച്ചത് അദാനി ഗ്രൂപ്പാണ്. അപ്പോൾ മികച്ച ശിശു സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച നമ്മുടെ സംസ്ഥാനത്തെ ഹോസ്പിറ്റലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി 10 സ്റ്റാർലൈനർ. അത് നിർമ്മിച്ചത് അദാനി ഗ്രൂപ്പാണ്. ഇന്ദ്രധനുസ് എന്ന ആത്മകഥ രചിച്ചത് ചലച്ചിത്ര നടനായ ഇന്ദ്രൻസ് ആണ്. ഇന്ദ്രൻസിൻ്റെ ആത്മകഥയുടെ പേരാണ് ഇന്ദ്രധനുസ്. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകവും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്, സൂചിയും നൂലും. അത് ഇന്ദ്രൻസും ഷംസുദ്ദീൻ കുട്ടോത്തും ചേർന്ന് എഴുതിയ ഇന്ദ്രൻസിൻ്റെ ഓർമ്മക്കുറിപ്പാണ് സൂചിയും നൂലും. അപ്പോൾ ഇന്ദ്രധനുസ് എന്ന് പറയുന്നത് ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ്. സൂചിയും നൂലും എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ്. അത് ഇന്ദ്രൻസും ഷംസുദ്ദീൻ കുട്ടോത്ത് എന്ന് പറഞ്ഞ വ്യക്തിയും രണ്ടുപേരും ചേർന്ന് എഴുതിയ ഒരു കൃതിയാണ് സൂചിയും നൂലും. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയാണ് ശ്വേത കെ സുഗതൻ. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയായിരുന്നു ശ്വേത കെ സുഗതൻ. ഇന്ദ്രധനുസ് എന്ന ആത്മകഥ ഇന്ദ്രൻസിൻ്റേതാണ്. സൂചിയും നൂലും എന്ന കൃതി രചിച്ചത് ഇന്ദ്രൻസും ഷംസുദ്ദീൻ കുട്ടോത്തും ചേർന്ന് എഴുതിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയാണ് ശ്വേത കെ സുഗതൻ. ഇനി 16ാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. 16ാമത് ധനകാര്യ കമ്മീഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിലേക്ക് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ആനി ജോർജ് മാത്യു. കേരള കലാമണ്ഡലത്തിലെ PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. ആദ്യമായിട്ടാണ് ഒരു മ്യൂസിക് ബാൻഡ് കലാമണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. അതിൻ്റെ പേരാണ് അരകവ്യൂഹം. അരകവ്യൂഹം എന്ന വാക്കിൻ്റെ അർത്ഥം ശബ്ദ കോലാഹലങ്ങളുടെ കൂട്ടായ്മ എന്നാണ്. അരകവ്യൂഹം എന്ന പദത്തിൻ്റെ അർത്ഥം ശബ്ദ കോലാഹലങ്ങളുടെ കൂട്ടായ്മ. അപ്പോൾ നമ്മൾ പറഞ്ഞത് 16ാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. കേരള കലാമണ്ഡലത്തിലെ PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് ISRO ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥാണ്. ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരം 2024 നേടിയത് ഡോക്ടർ എസ് സോമനാഥാണ്. മലേഷ്യയുടെ പുതിയ രാജാവായിട്ട് ചുമതലയേറ്റത് ഇബ്രാഹിം ഇസ്കന്ദറാണ് മലേഷ്യയുടെ പുതിയ രാജാവായിട്ട് ചുമതലയേറ്റത്. ഓഫ് റോഡ് റേസിംഗ് മത്സരമായ ദാക്കാർ റാലിയിൽ ചാമ്പ്യനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ഹാരിത് നോവയാണ്. ഓഫ് റോഡ് റേസിംഗ് മത്സരമാണ് ദാക്കാർ റാലി. അതിൽ ചാമ്പ്യനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ഹാരിത് നോവ. ആദിശങ്കര ട്രസ്റ്റിൻ്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായ ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥാണ്. മലേഷ്യയുടെ പുതിയ രാജാവായിട്ട് ചുമതലയേറ്റത് ഇബ്രാഹിം ഇസ്കന്ദറാണ്. ഓഫ് റോഡ് റേസിംഗ് മത്സരമായ ദാക്കാർ റാലിയിൽ ചാമ്പ്യനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ഹാരിത് നോവയാണ്. രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിനായി വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സജ്ജമാക്കുന്ന പോർട്ടലാണ് യുവിൻ പോർട്ടൽ. രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിനായിട്ട് വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് സജ്ജമാക്കുന്ന പോർട്ടലാണ് യുവിൻ പോർട്ടൽ.
2024 തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. 2024 തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 എല്ലാ വർഷവും ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. ഈ വർഷത്തെ പ്രമേയം 2024 പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. അപ്പോൾ രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ്പുകൾ ഏകോപിപ്പിക്കുന്നതിനായിട്ട് വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് സജ്ജമാക്കുന്ന പോർട്ടലാണ് യുവിൻ പോർട്ടൽ. 2024 ലോക തണ്ണീർത്തട ദിനമായ ഫെബ്രുവരി 2 പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. ഇനി 2024 100-ാം വാർഷികം പൂർത്തിയാക്കുന്ന പത്രമാണ് അൽ അമീൻ. അപ്പോൾ 2024 100-ാം വാർഷികം പൂർത്തിയാക്കുന്ന പത്രമാണ് അൽ അമീൻ പത്രം. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു. അപ്പോൾ 100-ാം വാർഷികം പൂർത്തിയാക്കി. 2024 പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ് ദീപശിഖ റാലിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരമാണ്, ഒളിമ്പ്യനാണ് അഭിനവ് ബിന്ദ്ര. 2024 100-ാം വാർഷികം പൂർത്തിയാക്കുന്ന പത്രമാണ് അൽ അമീൻ. അതുപോലെ 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ റാലിയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയായിരുന്നു. ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയാർ പുരസ്കാരം ബഹുമതി ലഭിച്ച വ്യക്തിയാണ് മലയാളിയായ ഗൗരി പാർവതി ഭായ്. രാജകുടുംബാംഗമാണ്. ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയാർ ബഹുമതി ലഭിച്ച വ്യക്തിയാണ് ഗൗരി പാർവതി ഭായ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കളായത് മഹാരാഷ്ട്രയാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ജേതാക്കളായത് മഹാരാഷ്ട്രയാണ്. 2ാം സ്ഥാനം തമിഴ്നാട്, 3ാം സ്ഥാനം ഹരിയാന. അപ്പോൾ ഫ്രാൻസിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയാർ ബഹുമതി ലഭിച്ചത് ഗൗരി പാർവതി ഭായ്ക്കാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ജേതാക്കളാകുന്നത് മഹാരാഷ്ട്രയാണ്. 2 തമിഴ്നാട്, 3 ഹരിയാന. ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഡെൻമാർക്കിലെ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നൽകാറുണ്ട്. ആ ഒരു സർട്ടിഫിക്കേഷൻ കേരളത്തിൽ നിന്ന് ലഭിച്ച ബീച്ചാണ് കാപ്പാട് ബീച്ച്. സംസ്ഥാനത്ത് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ബീച്ചാണ് കാപ്പാട് ബീച്ച്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്കാണ് ഡെൻമാർക്കിലെ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ ബീച്ച് കാപ്പാട് ബീച്ചാണ്. കാപ്പാട് ബീച്ചാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ബീച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്